ഇത്രയും നേരം കണ്ടതിൽ ഏറ്റവും മനോഹരമായ വീഡിയോ ആണിത്. It was a beautiful journey down the memory lane. With all the emotions inside, I would like to request Padma Bhushan Lieutenant Colonel Mohanlal sir. സാദരം ക്ഷണിക്കാം. നിറഞ്ഞ ഹൃദയത്തോടെ താങ്കളെ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം എത്തിച്ചേർന്നതിൽ, ഈ ഒരു വേദി ധന്യമാക്കിയതിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു വേദിയിൽ ചേരാനായിട്ട് ഞാൻ സാരഗമ എന്റർടൈൻമെന്റ്സ് Senior Vice President Siddharth Anand Kumar, I request you to kindly come over with a big round of applause, everyone. And Jumping Tomatoes Managing Director Rohandeep Singh also to join them on stage. Good evening and welcome, Mr. Rohan and Mr. Siddharth. Glad to have you both here joining us with Lal sir on stage. Applauses, everyone. I now request Siddharth sir and Rohandeep sir to kindly and jointly present a memento as a token of love and appreciation to Mohanlal sir. Thank you so much. Three of you, please stay back on stage. എല്ലാവരും അതേപോലെ തന്നെ നമ്മൾ നിൽക്കാണ്. Okay. And on that note, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾഡ് ട്രെയിലർ കണ്ടു. പുതിയ ട്രെയിലർ ലോഞ്ചിന് മുന്നേ ചില കടമ്പകൾ, അതിലെ ഒരു കടമ്പ കഴിഞ്ഞു. Now let's not further make you wait more. We are all impatient to see that. So now I request Lal sir along with both of you to do the trailer launch. പുതിയ ട്രെയിലർ നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. I request Lal sir to kindly initiate the trailer launch. Remote please. Sir, all right. So that was the new trailer launch. I thank Mr. Rohan and also Mr. Siddharth, both of them. Thank you for joining here with us. ലാലയുടെ പുതിയ ട്രെയിലർ ലോഞ്ച്, പുതിയ ട്രെയിലർ ഇഷ്ടമായി എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മളോട് ഈ ഒരു സമയത്ത് രണ്ട് വാക്ക്. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. സാറിന്റെ 9 കഥകൾ, അതിന്റെ സമാഹാരം ചലച്ചിത്ര ഭാഷയിലൂടെ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരിക്കാം. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എം ടി സാറിന്റെ ഏതാണ്ട് 10-12 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ 12 കഥാപാത്രങ്ങൾ. അമൃതഗമയം മുതൽ അവസാനം വരെയുള്ള ഈ ഓളം തീരം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും ഉള്ള ആളാണ്. ഒരു ആക്ടറിന്, ഒരു നടന് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഓളവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ്. ഒന്ന്, എം ടി സാറിന്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ്. ഏതാണ്ട് 50 വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ ടി എൻ വേണു സാറാണ്. അതുവരെ മദ്രാസിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രം കൂടിയാണ് ഓളം തീരം. മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു
തുല്യനും ഒരു തുല്യനുമായ വ്യക്തിയാണ്. അപ്പൊ എം ടി സാറിന്റെ കഥാപാത്രം മത്സാർ അഭിനയിച്ചിരിക്കുന്നത്. പി എൻ മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അദ്ദേഹമാണ് വലിയ വലിയ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം ധരിച്ച് ആളുകളിലേക്ക് എന്നെ എത്തിക്കുന്നത്. പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏതാണ്ട് 40-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിൻ്റെ കഥകളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് മുകളമതിയിലോ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിൻ്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും അത് മാറിപ്പോയി. ഒരുപാട് പ്രാവശ്യം എം ടി സാറിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷേ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷ് ശിവനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ചിത്രമാണ് ബറോസ് 3Dയുടെ ഛായാഗ്രാഹകനും അദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് മുളകുന്നീരം. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങളും നിങ്ങളോടല്ല എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു. അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത്. അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നത്. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതിലെ പ്രിയനും സന്തോഷം സാബുസും എല്ലാവരും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ 2 ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ZEE5 ശരികമയ്ക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക്, ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സഹായം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സോറി, എൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ദുർഗാകൃഷ്ണ, ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അതുപോലെ ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഹരീഷ്. പിന്നെ ഈ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളെയൊക്കെ വിട്ടുപോയ മമ്മൂക്കയൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം എന്താ പറയുന്നത് സ്മരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പൊ നമ്മൾക്ക് രതീഷ് അമ്പാട്ട്, അശ്വതി വി നായർ, ജീതു ജോസഫ്, ജീതു സാറിനെ വേദിയിൽ സാധനം ക്ഷണിക്കുന്നു. സാറിന്റെ പടമൊക്കെ ഇന്ന് റിലീസായി.
Xavier representing the Z5 team. നമ്മളുടെ launch ചെയ്ത platform ആണ്. Lloyd sir, so please join on stage. Raj Kumar and Ashish as well. Z5, the entire team can come. I don't think I have to call everyone's name. നിങ്ങൾക്ക് എല്ലാവർക്കും വേദിയിലേക്ക് വരാം. Let the stage be full. നമ്മളുടെ ടെക്നിക്കൽ ടീം, നമ്മളുടെ ലോഞ്ച് ചെയ്ത ടീം, ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നാണ് നമ്മൾ മനോരഥങ്ങളാക്കിയത്. സോ ഇവരാണ് ഇത് പൂർത്തിയാക്കിയത്. Suresh sir, Suresh can, yeah please. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കാം. Okay, എനിക്ക് ലാൽ സാറിനെ കണ്ടുവിടാ, ബട്ട് സ്റ്റിൽ ഐ റിക്വസ്റ്റ് ലാൽ സർ ടു കൈൻഡ്ലി ഇനീഷ്യേറ്റ് ദ കേക്ക് കട്ടിംഗ്. എന്നിട്ട് ഈ മധുരം എല്ലാവരുമായിട്ട് ഈ സ്റ്റേജിലുള്ള എല്ലാവർക്കും മധുരം കിട്ടണം എന്നും കൂടി ഓർമ്മ വരുത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സന്തോഷത്തോടെ മനോരഥങ്ങളുടെ വിജയാഘോഷം തുടങ്ങാം. നിങ്ങൾ എല്ലാവരും കൈയടിച്ചോളൂ. ലാൽ സർ റെഡിയല്ലേ? എല്ലാവർക്കും ലാൽ സാറിനെ ജോയിൻ ചെയ്യാൻ അടുത്തേക്ക് പോവാം. അപ്പോ ലാൽ സാർ ഉൾപ്പെടെ ഈ ഒരു വേദിയിൽ വന്ന് എല്ലാവർക്കും പോവാം. മേജർ രവി സാർ ഒഴിച്ച്. താങ്ക് യു സോ മച്ച് ലാൽ സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഞാൻ എന്ത് പറയാനാണ് എന്നുള്ളത് വലിയൊരു ബില്യൺ ക്വസ്റ്റ്യൻ. ബട്ട് ദെൻ MT സാറിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലൊന്ന് തൊട്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. ഐ ആം നോട്ട് ബോതർഡ്. കാരണം ആ കാലൊന്ന് തൊടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഒരു 9:30-10 മണിക്ക്. അത് ഹരിഹരൻ സാറിൻ്റെ കോളായിരുന്നു. ഡയറക്ടർ ഹരിഹരൻ സാറ് എൻ്റെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് MT സാറും ഹരിഹരൻ സാറും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു, രവി ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. പിന്നീട് ഞാൻ ശബ്ദം കേൾക്കുന്നത് MT സാറിൻ്റെ. ദാറ്റ് വാസ് സംതിങ് ഐ ഡോണ്ട് നോ. യുനോ, ഒരു ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാറ്റ്, കാരണം അതേ ഭാരതപ്പുഴ വക്കിന് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ആ ട്രീക്കുമ്പടി സൈഡിൽ. അപ്പൊ എവിടുന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കീർത്തിച്ചക്ര എഴുതാൻ സാധിച്ചല്ല. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, രവി നീ മനോഹരമായിട്ട് ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടോ? എനിക്കത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ അതിൽ മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു സാധനം എഴുതി, പടം സിനിമയായി. പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, വാട്ട് ഡിഡ് ഐ ഡു ഇൻ ദാറ്റ് ഫിലിം, ദ ബെസ്റ്റ് ഈസ് ദ സ്ക്രീൻ പ്ലേ എന്നുള്ളത് MT സാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ 9 കഥകൾ, അതിൽ എൻ്റെ ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു, പ്രിയദർശൻ 2 കഥകൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാനിത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഈ സിനിമ ഫുൾ കണ്ടതിന് ശേഷം ഉറക്കമുണ്ടാവും. ബിക്കോസ് ഇന്ന് കാലത്ത് കുറേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം എഴുതിയിരുന്ന് ഈ സിനിമ കണ്ടിട്ട് വാട്ട് എവർ ഐ ഹേർഡ് അബൌട്ട് ദിസ് ഫിലിം ഫ്രം മൈ ഗുരു പ്രിയേട്ടൻ, അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വിഷ് all the people, Director and Santosh,
the man who brought me into the film industry. Do you know that? ഓർമ്മയുണ്ടാവില്ലായിരിക്കും. സന്തോഷാണ് എന്നെ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സന്തോഷം പോലും ഓർമ്മയുണ്ടാവില്ല. കാരണം ഹിന്ദിയിലൊരു പടം പുക്കാറുന്നൊരു സിനിമ രാജ്കുമാർ സന്തോഷ് ചെയ്യുന്ന സമയത്ത് സന്തോഷായിരുന്നു എൻ്റെ ക്യാമറമാൻ. അന്ന് അദ്ദേഹം രാജ്കുമാർ സന്തോഷിയോട് പറഞ്ഞു, സിനിമാ സെൻസിലൊരു ആർമിക്കാരനുണ്ട്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ ഈ കഥയ്ക്ക് ഉപകാരമാകുമെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യം പുക്കാറുന്ന സിനിമയ്ക്ക് പോകുന്നത്. അതിനുശേഷം സന്തോഷമൊന്ന് പോയി. പിന്നെ വേറെ ആൾക്കാരൊക്കെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെയാണ് ആ സിനിമയോടുള്ള ലൈക്ക്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. എന്നോട് പിടിച്ചു നിർത്തി എന്തിനാണെങ്കിലും എനിക്ക് മനസ്സിലായെങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നവർക്ക് ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ആൻഡ് താങ്ക് യു സി ബ്രിങ്ങിങ് ദിസ് ടു ദ പബ്ലിക്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക്യാണ്. സോ യെസ്, you can jointly do that. Okay, thank you so much. ആരും പോകരുത്, അവിടെ തന്നെ നിൽക്കണം. പൊന്നാടെ മൊമെന്റോ മാത്രം ഒന്ന് നമുക്ക് കൈമാറാം. ആൻഡ് നൗ ഐ റിക്വസ്റ്റ് സന്തോഷ് സർ രണ്ട് വാക്ക്. ഞാനിവിടെ വേദിയിൽ വരുന്ന എല്ലാവരെയും രണ്ട് വാക്ക് പറയിപ്പിക്കും. Thank you very much for this fantastic occasion. Actually, I am very happy because എനിക്ക് ആദ്യമേ MDJ പരിചയപ്പെട്ടത് പെരുന്തച്ചൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം ഓഫ് കോഴ്സ് മലയാള സിനിമയിലുള്ള എല്ലാ ടാലൻറ്റും most interesting talent has got together to be a really good tribute to him. And thanks Ziggy for making sure it is publicized well and promoted well. So a big thanks to all of you. And to Sarikam, of course, for seeing the essence of it. Thank you to all the directors and the actors and everyone. I'll make a pay on the Marana and Rasa, other than Judy. Thank you. ജയരാജ് സാർ ഇനി അടുത്തതായി കണ്ടു. ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, സന്തോഷം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. 30 വർഷം ഞാൻ കാത്തിരുന്ന വാസുവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സിനിമയൊക്കെ വൈശാഖിക്ക് ഡയറക്ടറോട് വർക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് എൻ്റെ ഉള്ള ആഗ്രഹമാണ്. ഒരു വാസുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, രണ്ടാം മുഴുവൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടു. വിശപ്പടക്കാൻ കഴിയാത്തതുപോലെ തിരകൾ തീരത്ത് തലതല്ലിക്കൊണ്ടലറി. കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിന് മുകളിലാവണം. ജലം നിശ്ചലമായിരുന്നു. കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ. ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഋതം, ഒരു താളത്തിൽ ഇങ്ങനെ ഒഴുകിക്കിടക്കുകയാണ്. വൈശാലിയുടെ കുറേ ഡയലോഗ്സ് നീ ബൈഹാട്ടാണ്. രാജപുരോഹിതനോട് വരാൻ പറയും. അങ്കേശ്വര മംഗളം, രാജ്യത്തിനും രാജവാസികൾക്കും കുശലമല്ലേ ഞാൻ ചോദിക്കുന്നില്ല. വരണ്ട ഈ ഭൂമിയുടെ ചുടുനിശ്വാസം ഞാൻ കേൾക്കുന്നതല്ല. അതുകൊണ്ടായില്ല അങ്ങ് ചമ്പാപുരിയിലേക്ക് മടങ്ങി വരണം. ഒരു മാടപ്രാവിനെ പരുന്നിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം വറുത്തെടുത്ത് തുലാസിലിട്ട് സിബിയുടെ പാരമ്പര്യമുള്ളതാണ് ഈ രാജവംശം. ഇപ്പോൾ വജ്രായുധത്തെക്കാൾ ശക്തി കാമജലം പുരണ്ട കരിനീല കണ്ണുകൾക്കാണെന്ന് ഇന്ദ്രനോട് വിശ്വസിച്ചില്ല. ഇങ്ങനെ ഓരോ താളത്തിലുള്ള ഡയലോഗുകളും വാസുവേട്ടൻ്റെ സിനിമകളിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വാസുവേട്ടൻ്റെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നു. ഇന്ന് ഈ മുഹൂർത്തത്തിലാണ് അത് പൂർണ്ണമായത്. പടം ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അശ്വതി ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഒരുപാട് ത്യാഗം അനുഭവിച്ചു. കാരണം കോവിഡ് കാലത്താണ് സിനിമ
ചിത്രീകരണം തുടങ്ങിയതും പിന്നീടുണ്ടായ ഓരോ ഓബ്സ്റ്റക്കിൾസ് അതിജീവിച്ച് ഇന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിരിക്കും, ഒന്നല്ല 9 ചിത്രങ്ങളുടെ ഒരു സമാഹാരമായിരിക്കും ഇത്. മലയാളികൾ അഹങ്കാരത്തോടു കൂടി എന്നും ഒരു നിത്യഹരിത എഴുത്തുകാരനെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രായമില്ല, കാരണം എല്ലാ പ്രായത്തിലുള്ള എല്ലാ കാലങ്ങളിലുമുള്ള പുതിയ തലമുറയുടെ മനസ്സും പ്രണയവും ദുഃഖവും തീവ്രതയും മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളും അതുപോലെ തന്നെ ജീവിച്ചിരിക്കും. ഈ നിമിഷം ഞാൻ തിരഞ്ഞെടുത്ത കഥ സ്വർഗം തുറക്കുന്ന സമയം. അത് നിർഭാഗ്യവശാൽ നെടുമുടി വേണിച്ചേട്ടന്റെ അവസാന ചിത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിനെ ഞാൻ സ്മരിക്കുന്നു. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തു എന്ന് പറയേണ്ടതില്ല, കാരണം ആ സിനിമ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം. അവസാന ഷോട്ടിൽ അദ്ദേഹത്തിന്റെ കണ്ണിലെ ഒരു തിളക്കം മതി ആ സിനിമയിൽ അദ്ദേഹം എത്രമാത്രം പെർഫോം ചെയ്തു എന്ന് പറയാം. ഈ മുഹൂർത്തം എനിക്ക് ധന്യമാണ്. തീർച്ചയായും സരിഗമയ്ക്കും അതുപോലെ തന്നെ ന്യൂസ് വാല്യൂവിനും C5-നും ആശംസകൾ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. MD സാറിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് എഴുത്തുകാരനെ ഇന്ത്യയിലെട്ടി ഒരു കാലത്തും ചോർന്നു പോകാത്ത, വിട്ടുകൊടുക്കാത്ത, ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത ധീരനായ ഒരു ചലച്ചിത്രകാരന് മാത്രമല്ല, എല്ലാ മേഖലയിലും, ലിറ്ററേച്ചറിലെ എല്ലാ മേഖലകളിലും ഒരുപോലെ. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ പുസ്തകം DC പബ്ലിഷ് ചെയ്തിരിക്കുന്ന പല വോളിയങ്ങളിലായിട്ട്, പല ജോണറുകളിലായിട്ടുള്ള പുസ്തകം, അതിലൂടെ തിരക്കഥകൾ വായിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെയാണ് നമ്മുടെ സിനിമാ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജയരാജ് സാർ പറഞ്ഞൊരു കാര്യം, എന്നിലേക്ക് ഷെർലൊക്കെ വന്നതാണ്. എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. പക്ഷേ അശ്വതി ആദ്യം പറഞ്ഞു, ഇതാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സിനിമ. അപ്പോൾ ഞാനത് വായിക്കുമ്പോഴും ആ തിരക്കഥ നോക്കുമ്പോഴും എനിക്കെപ്പോഴും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാലങ്ങളിൽ വായിച്ചിരുന്ന MD സാറിൻ്റെ തിരക്കഥകളുടെ പബ്ലിഷ് ചെയ്ത വെർഷനിലെ പല ഏടുകളും എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റി. കാരണം കൃത്യമായിട്ട് ഓരോ വരിയും ഒരു ഷോട്ടാണ്. അത് ഒരു പരിധിവരെ ജയരാജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഒരു വരി ഒരു ഷോർട്ടായിട്ട് തന്നെ കുടിക്കുന്നൊരു ശീലം സാറിനുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. അത് എത്രത്തോളം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനൊരു വേദിയിൽ എസ്പെഷ്യലി സന്തോഷമായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്നെ ഒരു സിനിമോഗ്രാഫിയിലേക്ക് ഒത്തുവിട്ടത്, ഒത്തുവിട്ടത് ഒരു പരിധി വരെ സന്തോഷമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സി, ആൻഡ് താങ്ക് യു സരിഗമ ഫോർ ഓൾ യുവർ ഹെൽപ്പ്, ആൻഡ് അശ്വതി സുധീർ. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പിതൃതുല്യം സ്നേഹിക്കുന്ന, ഗുരുതുല്യം ബഹുമാനിക്കുന്ന MD സാറിനുള്ള എൻ്റെ ഒരു എളിയ ദക്ഷിണയായിട്ടാണ് ഈ പ്രോജക്റ്റിനെ കാണുന്നത്. 2 വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏകദേശം 2000-ഓളം കലാകാരന്മാരും ടെക്നീഷ്യൻസും ഈ പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ആളുകളോടും നന്ദി പറയുകയാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന സരിഗമ, ഞങ്ങൾ അങ്ങേയറ്റം സരിഗമയോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തികളോടും ഈ പ്രോജക്റ്റിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ലാൽ സാർ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം അടക്കമുള്ള ഒരുപാട് കലാകാരന്മാരുടെ ഒരു സമർപ്പണം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സരിഗമയ്ക്കും ന്യൂസ് വാല്യൂവിനും ചെയ്യാൻ സാധിച്ചത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സിക്ക് കൂടി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അശ്വതി വി നായർ. സന്തോഷേട്ടന് ആദരം നൽകുകയാണ്. മനോരഥങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള ആദരവായിരുന്നു അത്. കഴിഞ്ഞ തവണ തന്നെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഇന്നാണ് സാർത്ഥകമായത്. താങ്ക് യു സന്തോഷേട്ട. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് താങ്ക് യു എവരിവൺ. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കൾക്ക് അതാത് സ്ഥാനങ്ങളിൽ പോയി
ഓരോരുത്തരോട് MT സാറുമായി വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഒരു രണ്ട് വാക്കിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഗുരുതുല്യനായ MT സാറിൻ്റെ മനോരഥങ്ങൾ ഇതിലൊരു ഭാഗമാണ് പറ്റിയതിൽ പ്രശ്നമാണ്. MT സാറുമായിട്ട് 96 ബന്ധമാണ് അദ്ദേഹം നാഷണൽ നെറ്റ്വർക്കിന് വേണ്ടി ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി എന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ആ ഒരു ബന്ധമാണ് ഇപ്പോഴും വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഈ സിനിമ സാറിൻ്റെ ഇതിലുള്ള ഒരു പടം, ജയരാജ് ശിവയ്ക്ക് ഒരു പടം, അതിൽ സംഗീതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതിന് ഭഗവാന്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. കൂടാതെ എന്നെ ഇൻവൈറ്റ് ചെയ്ത അശ്വതിജിക്കും സുധീർ ഭായിക്കും എല്ലാം നന്ദി പറയുകയാണ്. ഒപ്പം സരിഗമ ആൻഡ് Z5 ആൻഡ് ന്യൂസ് എല്ലാവർക്കും നന്ദി, ഒരുപാട് കടപ്പാട്. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിം മ്യൂസിക് ചെയ്യുന്നത്. LG സാറിൻ്റെ ആദ്യമായിട്ട് അതുപോലെ നിങ്ങളുടെ ഡയറക്ടേഴ്സ് താങ്ക് യു. മൂന്നുപേരും സ്റ്റേജിൽ തന്നെ നിൽക്കണം. ഇനി അടുത്തതായി ജീതു സാറിനെ വേദിയിൽ സാദരം ക്ഷണിക്കുകയാണ്. സാറായിരിക്കും ഇവർ മൂന്നുപേരെയും ആദരിക്കുന്നത്. മൂന്ന് മ്യൂസിക് ഡയറക്ടർ ജീതു സാർ സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മൂന്ന് പേരോടും നല്ല നല്ല സോങ്സ് ഇനിയും മുന്നോട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് കഴിയട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച്. ഓൾ ത്രീ ഓഫ് യു താങ്ക് യു സോ മച്ച്. ജീതു സാർ എൻ്റെ വാക്ക് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇൻവോൾവ് ആകാൻ സാധിച്ചിരുന്നു. അന്ന് തന്നെ ഇതൊരു ഗംഭീര സംഭവമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ ഗംഭീര സംഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി രാവിലെ എനിക്കൊരു 3 ഫിലിം കാണാൻ പറ്റി. പുള്ളിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ കൊടുത്ത് ബാക്കി തീർച്ചയായിട്ടും കാണുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാനൊക്കെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ള കഥകൾ ഒരു തിരക്കഥയാക്കി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് സിനിമയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, എങ്ങനെയാണ് അറിയാൻ
അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ഞാൻ സാറിൻ്റെ വായിച്ചാൽ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു പാഠപുസ്തകമായിട്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരത്തിലൂടെ അതിനെപ്പറ്റി എനിക്ക് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. സംഘാടകരെ നന്ദി പറയുന്നു. എസ്പെഷ്യലി താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി നമുക്ക് കൈലാഷിനെ വേദിയിൽ സാദരം ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് അവകാശപ്പെടാം. കോഴിക്കോട് MT സാറ് അവിടെയാണ്. പക്ഷെ ഞാൻ അധികം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് പ്രശാന്ത് നാരായണൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മഹാസാഗരം എന്നുള്ള നാടകത്തിൽ 2 കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരുന്നത്. അത് വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയും അതുപോലെ കുട്ടിയെടുത്തിയിലെ കുട്ടിയെടുത്തിയുമായിട്ട്. സിനിമയിൽ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും നടന്മാരല്ലാത്തത് കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഒരു ഓപ്ഷൻ പോലും ആവില്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്രതീക്ഷിത സമയത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നതും അതിനുവേണ്ടി അശ്വതി ചേച്ചിയും അതുപോലെ തന്നെ സുധീരേട്ടനും അരുൺചേട്ടനും ഒക്കെ നമ്മളെ സമീപിക്കുന്നതും താങ്ക് യു. അതിൽ ജയരാജ് സാറിനെ എൻ്റെ ഗുരുനാഥൻ, എന്നെ ആദ്യമായി സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയിൽ സീതാലക്ഷ്മി, അങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇത് പടം കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ട് സാർ. അതോടൊപ്പം തന്നെ വേണു സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പ്രിയദർശൻ സാർ ഓണവും തീരവും എന്ന സിനിമ എടുക്കുന്ന സമയത്ത് വിവാത്തു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണം കിട്ടി. ഈ 2 കഥാപാത്രങ്ങൾ, ഈ ആന്തോളജിയിൽ 2 കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചു. അതിന് പ്രിയദർശൻ സാറിന് ഒരുപാട് ലെജൻസിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ദുർഗെ ഉമ്മ സംസാരിക്കുമ്പോൾ മിണ്ടരുത് ബിസു. ദുർഗാകൃഷ്ണയുടെ അമ്മയായിട്ടാണ് ഒരു റോള്. പ്രത്യേകം ഞാൻ മീഡിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദുർഗയുടെ അമ്മയായിട്ട് ഇനി അഭിനയിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് അമ്മ വേഷങ്ങൾ കൈലാഷ് അമ്മ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് സമയമുണ്ട്. ഇത് MT സാറിൻ്റെ കഥയായതുകൊണ്ട് അതൊക്കെ നമ്മളൊരു ഭയങ്കര ആഗ്രഹമല്ലേ, അതിൽ എന്തൊരു പാസിംഗ് റോള് കിട്ടിയാൽ അത് മതി, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട് അഭിനയിച്ചതാണ്. വളരെ ഈ 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ ലഭിച്ച ഭാഗ്യം സന്തോഷത്തോടു കൂടിയിട്ട് ഓർക്കുന്നു. C5നോടും സരിഗമയോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ മകളായിട്ട് വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുള്ള എൻ്റെ നാട്ടുകാരിയും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ദുർഗാകൃഷ്ണയെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Okay, Durga, please. Next, it was definitely you. Nabisu, alle. അതെ, നബീസ്. സ്റ്റേജിലേക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂമാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അതിന് ആദ്യം തന്നെ സുധീരേട്ടനായിരുന്നു ഈ ഒരു നബീസു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഓളവും തീരത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഫസ്റ്റ് സുധീരേട്ടനായിരുന്നു. സുധീരേട്ടനോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ ഇപ്പം ലാലേട്ടൻ പോയി, ലാലേട്ടൻ MT സാർ, അശ്വതി ചേച്ചി കാണുന്നില്ല ചേച്ചി, പ്രിയദർശൻ സാർ, സന്തോഷ് സരൻ സാർ, സാബു സരൻ സാർ, എല്ലാവരോടും ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. C5നോടൊക്കെ വലിയ താങ്ക്സ്. അതുപോലെ സരിഗമ, ന്യൂസ് വാല്യൂ എല്ലാവരോടും ഒരുപാട് നന്ദി. ഓക്കെ,
ഇനി അടുത്തതായി ഞാൻ പറയട്ടെ, ശിവത. താങ്ക് യു ദുർഗ, താങ്ക് യു ഉമ്മി, നബീസൊക്കെ നന്ദി, താങ്ക് യു. ശ്രീ ഗുരുദേവ് നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് MP സാറിനെ കാണുന്നത് നീലതാമരയുടെ ഓഡിഷൻ കൊടുത്ത സമയത്താണ്. അന്ന് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ വർക്ക് ചെയ്ത് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധീരേട്ടൻ ഇങ്ങനത്തെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനിപ്പോൾ ഇതിൽ ചെയ്തത് പ്രിയൻ സാറ് ഡയറക്ട് ചെയ്ത ശിലാലി, അതിൽ നിശ്ചയത്തിന് കൂടിയാണ്. കുറച്ചേ ഉള്ളൂ, എനിക്ക് ഒരു ഒറ്റ സീൻ അത്രയേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഞാനത് ഭാഗ്യമായിട്ട് കരുതി ഞാൻ എത്തി. കാരണം ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള സാറിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറിന് അപ്പോഴും കണ്ടില്ല. പിന്നെ സാറിനെ കാണുന്നത് അശ്വത ചേച്ചിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുതി നിർത്തിയത്. അപ്പൊ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി. ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കുറെ നല്ല നല്ല ഡയറക്ടേഴ്സ്, ഇത്രയും നല്ല ലെജൻഡറി ആയിട്ട് ഒത്തിരി ആക്ടേഴ്സ് ഈ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ട് കരുതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ താങ്ക് യു മഹിളാ സമാജം, താങ്ക് യു 3 പേരോട് നന്ദി. ശിവത, ദുർഗ, സുർഭി, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്തതായി നമ്മൾക്ക് സ്ക്രീൻസിലേക്ക് നോക്കാം. നമുക്കൊരു ട്രിബ്യൂട്ട് വീഡിയോ ആണ്.